രണ്ടാം ലോക മഹായുദ്ധം ലോകം മുഴുവൻ കത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. നാസി സൈന്യം ഭീകരമായി മുന്നേറുന്ന സമയത്ത് അവരുടെ ഇടയിൽ ഒരു പേര് മാത്രം പേടിയുണ്ടാക്കി. റെഡ് ഗോസ്റ്റ്. അവൻ ഒരു മനുഷ്യനാണോ അല്ലെങ്കിൽ ഒരു നിഴലാണോ? ആരും ഉറപ്പായി അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പായിരുന്നു, നാസികൾ കൊല്ലപ്പെട്ട് വീഴുന്നിടത്തെല്ലാം ആ പേര് അവശേഷിക്കുന്നുണ്ട്. ഇത് റെഡ് ഗോസ്റ്റിന്റെ കഥയാണ്. പക്ഷേ അതിലുപരിയായി ഒരു ഇതിഹാസം എങ്ങനെ അവസാനിക്കുന്നു, മറ്റൊന്ന് എങ്ങനെ ആരംഭിക്കുന്നു എന്ന കഥയെ ആരംഭിക്കുന്നത് മഞ്ഞുവീണ ഒരു പ്രഭാതത്തിലാണ്. നാസി സൈനികർ ഒരു പുരുഷനെയും അവന്റെ ചെറുപ്പക്കാരിയായ മകളെയും പിടിച്ചു നിർത്തിയിരിക്കുന്നു. ആ മനുഷ്യന്റെ കൈവിറയ്ക്കുന്നുണ്ട്, മകളെ ചേർത്തു പിടിച്ചിരിക്കുന്നു. നാസികൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ സോവിയറ്റ് ചാരന്മാരാണ്. ആ മനുഷ്യൻ തലകുലിക്കല്ലെന്ന് പറഞ്ഞു കരഞ്ഞു. അല്ല, ഞങ്ങൾ സാധാരണ ആളുകളാണ്, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അവന്റെ വാക്കുകൾക്ക് നാസി പട്ടാളം ഒരു വിലയും കൽപ്പിക്കുന്നുണ്ടായിരുന്നില്ല. നാസി കമാൻഡറുടെ മുഖത്ത് ഒരു തുള്ളി കരുണ പോലുമില്ല. അവൻ കൈ ഉയർത്തി ഒരു ഉത്തരവിട്ടു, വധശിക്ഷയ്ക്ക് തയ്യാറാകൂ. തോക്കുകൾ ഉയർന്നു. നിശബ്ദത ഭീകരമാകുന്നു. കൊല്ലപ്പെടാൻ തയ്യാറായി അവർ ഇരുവരും നിന്നു. പെട്ടെന്നാണ് ഒരു വെടിയൊച്ച, പിന്നാലെ മറ്റൊന്ന്, അതിന്റെ പുറകെ മറ്റൊന്ന്. നിമിഷങ്ങൾക്കുള്ളിൽ നാസി സൈനികർ നിലം പതിച്ചു. ഒളിഞ്ഞു നിന്ന് ആരോ വേട്ടയാടുകയായിരുന്നു. പിന്നാലെ വെടിവെച്ച വ്യക്തി അങ്ങോട്ടേക്ക് നടന്നു വന്നു. അതാരാണെന്ന് വെളിപ്പെട്ടു. അതവൻ തന്നെയാണ്, റെഡ് ഗോസ്റ്റ്. സോവിയറ്റ് സേനയുടെ ഇതിഹാസ സ്നൈപ്പർ. ഒറ്റയ്ക്ക് നൂറുകണക്കിന് നാസി സൈനികരെ കൊന്നവൻ. ജീവൻ രക്ഷപ്പെട്ട ആ മനുഷ്യൻ സ്തബ്ധനായി നിൽക്കുകയായിരുന്നു. താൻ കേട്ട കഥകളിലെ ഇതിഹാസമായ ആ മനുഷ്യനെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ വിറച്ച ശബ്ദത്തിൽ പറഞ്ഞു, നന്ദി, എന്റെ മകളുടെ ജീവൻ രക്ഷിച്ചതിന്. റെഡ് ഗോസ്റ്റ് ഒന്നും പറഞ്ഞില്ല. അവിടെ നിന്ന് അയാൾ നടന്നു നീങ്ങി. കഥ അവിടെ നിന്നും ജീവൻ രക്ഷപ്പെട്ട കുറച്ച് സോവിയറ്റ് സൈനികരിലേക്ക് നീങ്ങുന്നു. നാസി പട്ടാളത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട അവർ എങ്ങോട്ടേക്കോ യാത്രയിലാണ്. വിശപ്പും ക്ഷീണവും അവരുടെ മുഖങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു. അവരുടെ ക്യാപ്റ്റന്റെ പേര് മോര്യോക്ക് എന്നായിരുന്നു. യാത്രാമധ്യേ ഒരു മരത്തിന്റെ കീഴിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ അവർ കണ്ടു. അയാളും സോവിയറ്റ് പൗരനാണ്. മോര്യോക്കിന് കാര്യം മനസ്സിലായി. അവൻ അവശനാണ്. തങ്ങളുടെ സംഘത്തിലേക്ക് മോര്യോക്ക് അവനെയും കൂട്ടി. സമയം സന്ധ്യയോടടുക്കുകയായിരുന്നു. എവിടെയെങ്കിലും തങ്ങുവാൻ അവർ തീരുമാനിച്ചു. അഭയസ്ഥാനത്ത് അവർ അല്പം സമാധാനം കണ്ടെത്തി. പക്ഷെ ആ രാത്രി എല്ലാവർക്കും രക്ഷയാവുന്നുണ്ടായിരുന്നില്ല. നാസി ബോംബാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു സൈനികൻ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. വേദന സഹിക്കാനാവാതെ അവൻ മരണപ്പെട്ടു. അവന്റെ ഭാര്യ, അവളും ഒരു സോവിയറ്റ് സൈനികയാണ്. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ സ്ത്രീ ഭർത്താവിന്റെ മൃതദേഹത്തിന് സമീപം നിശബ്ദമായിരുന്നു കരഞ്ഞു. യുദ്ധത്തിൽ കണ്ണീരും ഒരു ആയുധമാണ്. അവൾ ഗർഭിണിയായിരുന്നു. അടുത്ത ദിവസം ഒരു എലൈറ്റ് നാസി പട്രോൾ എത്തി. റെഡ് ഗോസ്റ്റ് കൊന്ന നാസി സൈനികരുടെ മൃതദേഹങ്ങൾ അവർ പരിശോധിച്ചു. ഒരു നാസി കേണൽ ഉടൻ തിരിച്ചറിവോടെ പറഞ്ഞു, ഇത് റെഡ് ഗോസ്റ്റ് ആണ്. ഇതിനകം 100ഓളം നാസികളെ ഒറ്റയ്ക്കവൻ കൊന്നിട്ടുണ്ട്. നാസി യൂണിഫോം ധരിച്ച ഒരു പട്ടാളക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. ബ്രൂൺ എന്നായിരുന്നു അയാളുടെ പേര്. ചിരിയോടെ പുച്ഛത്തോടെ അവൻ പറഞ്ഞു, അസാധ്യം. പക്ഷെ ആ ദൗത്യം എത്തിച്ചേർന്നത് അവനിലേക്ക് തന്നെയാണ്. റെഡ് ഗോസ്റ്റിനെ വേട്ടയാടണം. റെഡ് ഗോസ്റ്റിനെ ഭയമില്ലാതിരുന്ന് അത് വെറും മിത്തായി കരുതിയിരുന്ന അവൻ ആ ദൗത്യം ഏറ്റെടുത്തു. മറുവശത്ത് മോര്യോക്കിന്റെ സംഘം യാത്ര തുടരുകയായിരുന്നു. യാത്രാമധ്യേ മഞ്ഞു നിറഞ്ഞ പ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് അവർ എത്തിച്ചേർന്നു. പക്ഷേ അവിടം ശൂന്യമാണ്. അവിടുത്തെ നിവാസികളെ നാസികൾ കൊന്നുതള്ളിയിരിക്കുന്നു. ഒഴിഞ്ഞൊരു കെട്ടിടത്തിലേക്ക് 2 സോവിയറ്റ് പട്ടാളക്കാർ കയറി ചെന്നു. മേശപ്പുറത്തു നിറയെ ഭക്ഷണം തയ്യാറായിരിപ്പുണ്ട്. വിശപ്പുള്ള ഒരു സൈനികൻ കൈനീട്ടി ഭക്ഷണമെടുക്കാൻ തുനിഞ്ഞു. നിൽക്ക്, മറ്റൊരാൾ പറഞ്ഞു. അതിൽ വിഷം കലർത്തിയിട്ടുണ്ടാകും. പക്ഷേ വിശന്നിരിക്കുന്ന സൈനികന് അതൊന്നും ചെവികൊള്ളാൻ നേരമുണ്ടായിരുന്നില്ല. അവനെ തടയാൻ കൂടെയുള്ള വ്യക്തി ശ്രമിച്ചതോടെ അതൊരു വഴക്കായി മാറി. പിന്നാലെ അവരുടെ കമാൻഡർ എത്തിയായിരുന്നു വഴക്കിൽ നിന്നിരുവരെയും പിന്തിരിപ്പിച്ചത്. അധികം വൈകാതെ ഗർഭിണിയായ വിറയ്ക്ക് വല്ലായിക അനുഭവപ്പെടാൻ തുടങ്ങി. ചെറിയൊരു പനി അവളെ പിടികൂടിയിരിക്കുന്നു. അവിടെ കൊല്ലപ്പെട്ട് കിടന്ന ആ ഗ്രാമത്തിലെ വ്യക്തികളെ സോവിയറ്റ് പട്ടാളം ബഹുമാനാർത്ഥം സംസ്കരിച്ചു. ഇതേസമയം മറുവശത്ത് ബ്രൂണും നാസി സൈന്യവും റെഡ് ഗോസ്റ്റിനെയും മറ്റു പട്ടാള സംഘങ്ങളെയും തിരഞ്ഞ് അവിടെ പട്രോൾ നടത്തുകയായിരുന്നു. അവർക്ക് കേണലിന്റെ ഓർഡർ ഉണ്ട്. കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ ബ്രൂണിന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ പറഞ്ഞു, നമ്മൾ നേരത്തെ അവിടെ ഒരു സെറ്റിൽമെന്റ് തകർത്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോയി കുറച്ചു നേരം വിശ്രമിച്ചാലോ? ബ്രൂണും അതിനൊക്കെ പറയുകയാണ്. അങ്ങനെ മോര്യോക്കും സംഘവുമുള്ള അതേ ഗ്രാമം ലക്ഷ്യമാക്കി അവർ യാത്ര തിരിച്ചു. സോവിയറ്റ് യൂണിയൻ മെമ്പേഴ്സ് ആകട്ടെ ആ സെറ്റിൽമെന്റിൽ തുടരുകയാണ്. അവരുടെ കൂട്ടത്തിൽ മറ്റു ചില സോവിയറ്റ് മെമ്പേഴ്സും ഉണ്ടായിരുന്നു. യുദ്ധമുഖത്ത് നിന്ന് ജീവനായി പല വഴിക്കോടിയവർ. അവരിൽ ബാക്കിയായവർ ആരെയെങ്കിലും കണ്ടുകിട്ടുമോ എന്ന് തിരച്ചിൽ നടത്തണം. വിറയോട്
അവിടെ വിശ്രമിക്കാൻ പറഞ്ഞ് അവർ പുറത്തേക്കിറങ്ങി. കൂട്ടത്തിൽ ഭക്ഷണവും കണ്ടെത്തേണ്ടതുണ്ട്. അവർ പോയി കുറച്ചു സമയം പിന്നിട്ടതും അങ്ങോട്ടേക്ക് ബ്രൂണും സംഘവും വന്നെത്തി. ജനലിലൂടെ വേറെ ആ കാഴ്ച കണ്ടു. അവളുടെ ഉള്ളിൽ ഒരു ഭയം നിറഞ്ഞു. തണുപ്പ് അവളുടെ കാലിലൂടെ അരിച്ചു കയറി. അവൾ വേഗം അവിടെ ഉണ്ടായിരുന്ന ഒരു മരപ്പെട്ടിക്കുള്ളിൽ കയറി ഒളിച്ചു. ഇതേ സമയം അധിക ദൂരം പോയിട്ടില്ലായിരുന്ന മോര്യോക്കും സംഘവും നാസി പട്ടാളം അവരുണ്ടായിരുന്ന സെറ്റിൽമെന്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കി. വെറയുടെ സുരക്ഷയോർത്ത് വല്ലാത്തൊരു ഭയം അവരുടെ ഉള്ളിലും നിറഞ്ഞു. പക്ഷെ അപ്പോൾ കടന്നു ചെന്ന് ആക്രമണം നടത്തൽ ഒട്ടും ബുദ്ധിപരമല്ല. മോര്യോക്കിന്റെയും സംഘത്തിന്റെയും പക്കൽ ആയുധങ്ങളും കുറവാണ്. ഉണ്ടകളും തീർന്നു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ നാസി പട്ടാളത്തിന്റെ പക്കൽ അത്യാധുനിക ആയുധങ്ങളും ഉണ്ടകളും നിരവധിയുണ്ട്. തൽക്കാലം ദൂരെ നിന്ന് മറഞ്ഞു നിന്ന് നിരീക്ഷിക്കാൻ മോര്യോക്കും സംഘവും തീരുമാനിച്ചു. നാസി സംഘം അധിക സമയം അവിടെ തുടരില്ലെന്നും അവർ അവിടം വിട്ടുപോകും എന്നും മോര്യോക്ക് കണക്കുകൂട്ടിയിരുന്നു. മറുവശത്ത് നാസി സംഘമാകട്ടെ സെറ്റിൽമെന്റിന്റെ അകത്ത് കയറി. അവിടെ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ പ്രവേശിച്ചപ്പോ ടേബിളിൽ നിറയെ ഭക്ഷണം ഇരിക്കുന്നുണ്ട്. ബ്രൂണോയുടെ കൂടെയുണ്ടായിരുന്ന ഓട്ടോ എന്ന നാസി ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ആരും ആ ഭക്ഷണം കഴിച്ചു പോവരുത്. സോവിയറ്റുകാരെ പെടുത്താൻ വേണ്ടി വിഷം കലർത്തി ഞാൻ വെച്ചിരുന്ന ഭക്ഷണമാണത്. ഇതേ സമയം അവരുള്ള അതേ മുറിയിലെ പെട്ടിയിലായിരുന്നു വേറെ ഒളിച്ചിരുന്നിരുന്നത്. ബ്രൂണോയും ഓട്ടോയും തമ്മിലുള്ള സംസാരമൊക്കെ അവൾ കേട്ടുകൊണ്ടിരുന്നു. നാസി പട്ടാളം ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ആരംഭിച്ചിരുന്നു. സമയം കടന്നുപോയി. പക്ഷേ ഒരു ഘട്ടത്തിൽ ഒരു അബദ്ധം സംഭവിച്ചു. വേറെ ഒന്നും നിറങ്ങിയപ്പോൾ ശബ്ദം ഉയർന്നു കേട്ടു. വൈകാതെ അവൾ പിടിക്കപ്പെട്ടു. ചോദ്യം ചെയ്യാൻ വേണ്ടി ബ്രോണിന്റെ മുമ്പിലേക്ക് വേറെ എത്തിക്കപ്പെട്ടു. ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു സാധാരണക്കാരിയെ പോലെ വേറെ നടിച്ചു. താൻ ആ ഫാമിലിയിലെ അംഗമാണെന്നും ഭയന്നും അറിഞ്ഞിരുന്നതാണ് എന്നും അവൾ പറഞ്ഞു. പക്ഷേ അപ്പോഴാണ് ഓട്ടോ പറയുന്നത്, തീർച്ചയായും ഇവൾ ഈ ഫാമിലിയിലെ അംഗമല്ല. ഇവിടുത്തെ ഫാമിലി ഫോട്ടോസിലൊന്നും ഇവളുടെ ചിത്രമില്ല. ഓട്ടോയുടെ കണ്ടെത്തൽ തെറ്റാണെന്ന് സ്ഥാപിക്കാനും താൻ ആ ഫാമിലിയിലെ അംഗമാണെന്ന് സമർത്ഥിക്കാനും വേറെ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ അതും ഒരുപാട് നേരം നീണ്ടുനിന്നില്ല. അവളുടെ സോവിയറ്റ് യൂണിഫോമും ID കാർഡും എല്ലാം തന്നെ ഓട്ടോ കണ്ടെടുത്തു. അവളൊരു സോവിയറ്റ് സോൾജർ ആണ് എന്ന് മനസ്സിലാക്കിയതും ഒരു ദാക്ഷിണ്യവുമില്ലാതെ അവളെ വധശിക്ഷയ്ക്ക് വിധേയയാക്കാൻ ബ്രൂണോ ഉത്തരവിട്ടു. വൈകാതെ വിറയ്ക്കും മർദ്ദനമേറ്റു. കൊല്ലുവാൻ വേണ്ടി ആ വീടിനകത്തു നിന്നും വിറയെ പുറത്തേക്ക് കൊണ്ടുപോരാൻ തുടങ്ങി. ദൂരെ മറഞ്ഞിരിക്കുകയായിരുന്ന മോര്യോക്കും സംഘവും ഭീതിയുടെ ബൈനോക്കുളറിൽ ആ കാഴ്ച നോക്കിക്കണ്ടു. ഒട്ടും മടിച്ചില്ല. മോര്യോക്ക് തന്റെ കൂടെയുള്ള സുഹൃത്തുക്കളോട് ആക്രമണം തുടങ്ങാൻ ആരംഭിച്ചു. രണ്ടുപേർ മുന്നിൽ പോകണം, ബാക്കിയുള്ളവർ പിന്നിൽ നിന്ന് അവർക്ക് കവർ ചെയ്യും. മോര്യോക്കിന്റെ സംഘങ്ങൾ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. വശങ്ങളായി നിന്നിരുന്ന നാസി സോൾജേഴ്സിനെ ഓരോരുത്തരെയായി കൊല്ലാൻ ആരംഭിച്ചു. ഓട്ടോയും കുറച്ച് സോൾജേഴ്സും വിറയെ കൊല്ലുവാൻ തയ്യാറായി നിന്നു. അവൾക്ക് നേരെ തോക്ക് ചൂണ്ടപ്പെട്ടു. ഏതു നിമിഷവും വിറ കൊല്ലപ്പെട്ടേക്കാം. പക്ഷേ പെട്ടെന്നാണ് ദൂരെ നിന്ന് വെടിയുണ്ടകൾ അങ്ങോട്ടേക്ക് പാഞ്ഞെടുത്തത്. ഓരോ നാസി പട്ടാളക്കാരനും കൊല്ലപ്പെട്ട് വീണുകൊണ്ടിരുന്നു. അത് റെഡ് ഗോസ്റ്റ് ആയിരുന്നു. റെഡ് ഗോസ്റ്റിന്റെ വെടിയുണ്ടകൾ നാസി പട്ടാളത്തിന്റെ ജീവനെടുത്തുകൊണ്ടിരുന്നു. അത് കണ്ട് മോര്യോക്കിനും സംഘത്തിനും പ്രതീക്ഷകൾ വന്നു. റെഡ് ഗോസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാനും വിറയെ സംരക്ഷിക്കാനും അവർ മുന്നോട്ടേക്ക് കുതിച്ചു. പിന്നെ അവിടെ അരങ്ങേറിയത് ശക്തമായ ഷൂട്ടൌട്ടായിരുന്നു. ഇതിനിടയിൽ വേറെ അവിടെ നിന്ന് ഓടിയൊളിച്ച് സുരക്ഷിതയായി. ഇതെല്ലാം നടക്കുമ്പോൾ ബ്രൂണാകട്ടെ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറിയതുകൊണ്ട് ഇറങ്ങാൻ പോലും പറ്റാതെ അവിടെ പെട്ടുപോവുകയായിരുന്നു. അവൻ പൂർണ്ണ നഗ്നനായി നിൽക്കുകയാണ്. ആയുധവും കയ്യിലില്ല. തന്റെ സംഘം വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച് ആ ബാത്റൂമിനുള്ളിൽ മറഞ്ഞു നിൽക്കാനേ അവന് സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. മറുവശത്ത് ഇതേ സമയം ആക്രമണം മുറുകുകയാണ്. ഓട്ടോയുടെ കാലിൽ വെടിയേറ്റ് ഓട്ടോ താഴെ വീണു. മറ്റുള്ളവർ കൊല്ലപ്പെട്ടു വീണുകൊണ്ടിരിക്കുകയാണ്. എഴുന്നേറ്റാൽ താനും വെടിയേറ്റ് വീഴും. അതുകൊണ്ട് വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ കിടന്നേക്കാം എന്ന് ഓട്ടോ കരുതി. വീണെടുത്തു നിന്ന് അയാൾ അനങ്ങിയതേയില്ല. ഒടുവിൽ ജീവനോടെ ബാക്കിയായത് ഓട്ടോയും ബ്രൂണോയും മാത്രമാണ്. ഇനിയും അവിടെ തുടർന്നാൽ ശരിയാവില്ല എന്ന് ബ്രൂണോക്ക് തോന്നിത്തുടങ്ങി. അയാൾ ഒട്ടും മടിച്ചില്ല. മുമ്പിൽ കിടന്നൊരു വസ്ത്രം തോണ്ടിയെടുത്ത് അത് ധരിച്ചു. അതൊരു ലേഡീസ് വസ്ത്രമായിരുന്നു. പിന്നാലെ കയ്യിൽ കിട്ടിയ ഒരു തോക്കുമെടുത്ത് അവിടെ നിന്ന് ഓടാൻ ആരംഭിച്ചു. ബ്രൂൺ ഓടിക്കൊണ്ടേയിരുന്നു. മോര്യോക്കും സംഘവും നാസി സോൾജേഴ്സ് മുഴുവൻ കൊല്ലപ്പെട്ടുവെന്ന് മനസ്സിലാക്കി ആ വീടിന്റെ ഭാഗത്തേക്ക് കടന്നു. പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന ഒരു മുറി തുറന്നതും ഏറെ അവശതയിൽ റെഡ് ഗോസ്റ്റ് തളർന്നു വീഴുന്നതും അവർ നോക്കിക്കണ്ടു. അവർ വേഗത്തിൽ റെഡ് ഗോസ്റ്റിനെ എടുത്ത് അകത്ത് കിടത്തി. അദ്ദേഹം
അദ്ദേഹത്തെ പരിപാലിച്ചു. റെഡ് ഗോസ്റ്റിന് ബോധം തെളിയുന്നവരെ അവർ ആ വീടിന്റെ ഉള്ളിൽ തുടർന്നു. നാസി പട്ടാളം തയ്യാറാക്കിയ ഭക്ഷണം അവരെല്ലാവരും ഒന്നുചേർന്ന് കഴിച്ചു. ദിവസങ്ങളുടെ വിശപ്പിന് ഒരു ശമനം കിട്ടി. പിന്നാലെ ഇനിയെന്തു വേണം എന്ന മട്ടിൽ അവർ ചർച്ചയാരംഭിച്ചു. മുമ്പോട്ടേക്ക് പോകാമെന്ന് മോര്യോക്ക് തന്റെ സംഘാംഗങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് വിറയ്ക്ക് പ്രസവവേദന ആരംഭിച്ചത്. അതോടെ മൊര്യോക്കും സംഘവും അവളെ സഹായിക്കാൻ തുടങ്ങി. അവരുടെ പക്കൽ ആകെ ഉണ്ടായിരുന്നത് അവളെ രക്ഷപ്പെടുത്തണമെന്ന ചിന്തയും ധൈര്യവും മാത്രമായിരുന്നു. അവരൊരു ടീമായി ഉണർന്ന് പ്രവർത്തിച്ചു. ഒടുവിൽ നല്ല രീതിയിൽ പ്രസവം നടന്നു. സുരക്ഷിതമായി കുട്ടി പുറത്തെത്തി. വിറയ്ക്ക് ഒരേ സമയം സന്തോഷവും ദുഃഖവും തോന്നി. തനിക്ക് കുട്ടി ജനിച്ചിരിക്കുന്നു, പക്ഷെ തന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. അവളുടെ ദുഃഖം മൊര്യോക്കിന് മനസ്സിലാകുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഈ കുട്ടി ഞങ്ങളുടെയും കൂടിയാണ്. ഞങ്ങൾ ഈ കുട്ടിയെ സംരക്ഷിക്കും. കഥ അവിടെ നിന്നും നാസി കേണലിലേക്ക് തിരിയുന്നു. പട്രോളിങ്ങിനിടെ അദ്ദേഹത്തിന്റെ വാഹനം മഞ്ഞിൽ കുടുങ്ങിയിരുന്നു. അത് പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അവർ നോക്കി നിൽക്കെ ദൂരെ നിന്നൊരു സ്ത്രീ ഓടി വരുന്നു. അടുത്തടുത്ത് വന്നപ്പോഴാണ് വ്യക്തമാകുന്നത് അത് സ്ത്രീവേഷം ധരിച്ച ബ്രൂണാണ്. അത് തിരിച്ചറിഞ്ഞതും കേണൽ സംഘാംഗങ്ങളോട് തോക്ക് താഴ്ത്താൻ പറഞ്ഞു. ബ്രൂൺ കേണലിന്റെ അടുത്തെത്തി. അത്ര നാളും താൻ വിശ്വസിക്കാതിരുന്ന റെഡ് ഗോസ്റ്റ് ഉണ്ടെന്ന് താൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. അവൻ തങ്ങളെ ആക്രമിച്ചു എന്ന കാര്യം വെളിപ്പെടുത്തി. അതോടെ അവിടെ നിന്ന് പുറപ്പെട്ട് ആ സെറ്റിൽമെന്റിൽ ആക്രമണം നടത്താൻ നാസി കേണൽ തീരുമാനിക്കുകയാണ്. ബ്രൂണും പട്ടാള വേഷത്തിലേക്ക് മാറി. അവർ സെറ്റിൽമെന്റ് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. മറുവശത്ത് സെറ്റിൽമെന്റിലാകട്ടെ റെഡ് ഗോസ്റ്റിന് ബോധം തെളിഞ്ഞിരുന്നു. നാസി പട്ടാളം വൈകാതെ അങ്ങോട്ടേക്കെത്തും എന്ന് റെഡ് ഗോസ്റ്റ് മോര്യോക്കിനോടും സംഘത്തിനോടും പറഞ്ഞു. അവരെല്ലാവരും ആക്രമണത്തിന് തയ്യാറായി നിൽക്കാൻ തുടങ്ങി. അധികം വൈകാതെ കേണലിന്റെ കമാൻഡിന്റെ പുറത്ത് നാസി പട്ടാളം ആ ഭാഗത്തേക്ക് എത്തിച്ചേർന്നു. വൈകാതെ ആക്രമണങ്ങളും ആരംഭിച്ചു. വെറയുടെ കുട്ടി വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. വെറ കുട്ടിയുമായി ഒരിടത്തും മറഞ്ഞിരുന്നു. കുട്ടിയുടെ കരച്ചിൽ നിർത്താൻ ശ്രമിച്ചു. മറുവശത്ത് റെഡ് ഗോസ്റ്റ് ആകട്ടെ തന്റെ ഷൂട്ടൌട്ട് ആരംഭിച്ചിരുന്നു. നാസി പട്ടാളത്തിനെതിരെ അയാൾ പൊരുതിക്കൊണ്ടേയിരുന്നു. നാസി പട്ടാളത്തിലെ ഓരോരുത്തരും ദൂരെ നിന്നേ കൊല്ലപ്പെട്ടു വീഴുന്ന കണ്ടതും ബ്രൂൺ കേണലിന്റെ അടുത്ത് റെഡ് ഗോസ്റ്റിനെ നേരിട്ട് ആക്രമിച്ച് കൊല്ലാൻ അനുവാദം ചോദിച്ചു. കേണലും ബ്രൂണിനത് അനുവദിച്ചു. ബ്രൂൺ പിന്നാലെ നേരെ മുന്നിലേക്ക് നീങ്ങി. ബ്രൂണും ഒരു സംഘവും സെറ്റിൽമെന്റ് ലക്ഷ്യമാക്കി മുന്നോട്ടേക്ക് പാഞ്ഞു. കേണലും മറ്റൊരു സോൾജിയറും പിന്നിൽ നിലകൊണ്ടു. നടക്കുന്ന കാര്യങ്ങൾ അവർ ദൂരെ നിന്ന് നോക്കിക്കാണുകയായിരുന്നു. പെട്ടെന്നായിരുന്നു കേണലും പട്ടാളക്കാരനും നിന്ന ഭാഗത്ത് ഒരു ഗ്രനേഡ് പൊട്ടിയത്. കേണൽ താഴെ പതിച്ചു. കണ്ണു തുറന്ന് കേണൽ നോക്കുമ്പോൾ തന്റെ മുന്നിലായ ഒരാൾ ഒരു സ്നൈപ്പർ ഗണ്ണുമായി നിൽക്കുന്നു. അത് റെഡ് ഗോസ്റ്റ് ആയിരുന്നു. അധികം വൈകിയില്ല. റെഡ് ഗോസ്റ്റ് കേണലിന്റെ ജീവനങ്ങെടുത്തു. കേണൽ കൊല്ലപ്പെട്ടുവെന്ന് തിരിച്ചറിഞ്ഞതും ബ്രൂൺ കമാൻഡന്റായി മാറി. എല്ലാവർക്കും ആക്രമണത്തിന് ഓർഡർ കൊടുത്തുകൊണ്ടിരുന്നു. ആദ്യഘട്ടത്തിലെ ഷൂട്ടൌട്ടിലും ആക്രമണത്തിലും മോര്യോക്കും സംഘവുമായിരുന്നു മുന്നിട്ട് നിന്നത്. പക്ഷെ അവരുടെ വെടിയുണ്ടകൾ തീർന്നു തുടങ്ങിയപ്പോൾ അവർക്ക് തിരിച്ചടികൾ ഏൽക്കാൻ ആരംഭിച്ചു. ഓരോരുത്തരായി അവർ വീണുകൊണ്ടേയിരുന്നു. മോര്യോക്കും വെടിയേറ്റു വീണു. മോര്യോക്കിന്റെ ആളുകളിൽ കുറച്ചുപേർ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. വെറയെ സപ്പോർട്ട് ചെയ്ത് മറ്റൊരാളും വീടിന്റെ അകത്തുണ്ട്. പുറത്താകട്ടെ റെഡ് ഗോസ്റ്റ് കവർ ചെയ്ത് തന്റെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരെയായി റെഡ് ഗോസ്റ്റ് കൊന്നുതള്ളി. ഒടുവിൽ ബ്രൂൺ ബാക്കിയായി. റെഡ് ഗോസ്റ്റ് ബ്രൂണിന്റെ മുമ്പിലേക്ക് ചെന്നു. ഒരു 1-on-1 ഫൈറ്റിന് ബ്രൂണിനെ വെല്ലുവിളിച്ചു. ബ്രൂൺ ആ വെല്ലുവിളി സ്വീകരിച്ചു. വൈകാതെ അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചു. ശക്തമായ ഏറ്റുമുട്ടൽ. ഏറെ നേരത്തേക്ക് തുടർന്ന ഏറ്റുമുട്ടലിനൊടുവിൽ റെഡ് ഗോസ്റ്റിന്റെ കൈകളാൽ ബ്രൂൺ കൊല്ലപ്പെട്ടു. എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിച്ച് റെഡ് ഗോസ്റ്റ് വീടിനകത്തേക്ക് കയറി വെറയുടെ അവസ്ഥ ചെക്ക് ചെയ്യാൻ പോവുകയായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഒരു വെടിയുണ്ട പാഞ്ഞു വന്നത്. അത് റെഡ് ഗോസ്റ്റിന്റെ ജീവനെടുത്തു. വെടിയുതിർത്തത് മറ്റാരുമായിരുന്നില്ല, കൊല്ലപ്പെട്ടു എന്ന മട്ടിൽ വീണുകിടന്നിരുന്ന ഓട്ടോ ആയിരുന്നു. ഓട്ടോ അത് കണ്ട് വല്ലാതെ സന്തോഷിച്ചു. ഇതിഹാസമായ സോവിയറ്റ് സൈനികനെ താനിതാ കൊലപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ വലിയ ആർമാദത്തോടെ ഓട്ടോ അങ്ങനെ നിൽക്കുമ്പോ ദൂരെ നിന്നും പാഞ്ഞു വന്നൊരു വെടിയുണ്ട ഓട്ടോയുടെ ജീവനെടുത്തു. ആ വെടിയുതിർത്തത് പ്രോസ്റ്റാച്ചോക്ക് എന്ന മോര്യാക്കിന്റെ സംഘത്തിലെ സ്നൈപ്പർ ആയിരുന്നു. അങ്ങോട്ടേക്ക് കടന്നു വന്ന പ്രോസ്റ്റാച്ചോക്ക് വെറയെയും വെറയുടെ കമ്പാനിയനെയും നോക്കി. അവർ സുരക്ഷിതമായിരിക്കുന്നു. അധികം വൈകാതെ കൂടുതൽ നാസി പട്ടാളം എത്തുന്നതിന് മുമ്പ് അവർ അവിടെ നിന്ന് പുറപ്പെട്ടു. ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു നാസി പട്ടാള സംഘം അവിടെയുള്ള ഒരു വില്ലേജ് ആക്രമിക്കുകയാണ്. റെഡ് ഗോസ്റ്റിനെ പിടികൂടാൻ വേണ്ടി ഹിറ്റ്ലർ അയച്ച സംഘാംഗങ്ങളായിരുന്നു അവർ.
റെഡ് ഗോസ്റ്റ് ഇപ്പോഴും ജീവനോടെയുണ്ടെന്നും നാസി പട്ടാളത്തെ കൊല്ലുന്നുണ്ട് എന്നും അഭ്യൂഹങ്ങൾ നിലകൊള്ളുന്നുണ്ടായിരുന്നു. കഥാരംഭത്തിൽ ബന്ദിയാക്കപ്പെട്ടിരുന്ന അതേ മനുഷ്യൻ വീണ്ടും നാസി പട്ടാളത്തിന് മുമ്പിൽ ബന്ദിയാക്കപ്പെട്ടു. റെഡ് ഗോസ്റ്റിനെ പറ്റി ചോദിച്ച് നാസി പട്ടാളക്കാർ ഒച്ചയുയർത്താൻ ആരംഭിച്ചു. തനിക്കൊന്നും അറിയില്ലെന്നും താൻ ജോലിക്ക് വേണ്ടി മാത്രം അവിടെ വന്നതാണ് എന്നും അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. നാസി പട്ടാളക്കാർ അയാളുടെ വാക്കുകൾ വിശ്വസിച്ചില്ല. അയാളെ കൊല്ലുവാൻ വേണ്ടി അവർ തയ്യാറെടുത്തു. അയാളും ഭയന്നു വിറച്ചു നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് ദൂരെ നിന്നും വെടിയുണ്ടകൾ പാഞ്ഞെടുത്തത്. ഒരു നാസി പട്ടാളക്കാരൻ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. അവർ നോക്കി നിൽക്കെ വീണ്ടും വെടിയുണ്ടകൾ പാഞ്ഞു വന്നു. നാസി പട്ടാളക്കാരുടെ ജീവൻ മുഴുവനായും അത് കവർന്നെടുത്തു. നാട്ടുകാരും ഉണർന്നു പ്രവർത്തിച്ചു. നാസി പട്ടാളത്തെ അവരും ചേർന്ന് കൊന്നുതള്ളി. എന്താണ് സംഭവിച്ചത്, ആരാണ് ആക്രമണം തുടങ്ങിയത് എന്നാർക്കും മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. അത് റെഡ് ഗോസ്റ്റ് ആയിരിക്കും എന്നാ ഗ്രാമത്തിലുള്ളവർ വിശ്വസിച്ചു നിൽക്കെ അങ്ങോട്ടേക്ക് ഒരാൾ നടന്നെടുത്തു വന്നു. അത് പ്രോസ്റ്റച്യോക്ക് ആയിരുന്നു. ആ നിമിഷം മുതൽ പ്രോസ്റ്റച്യോക്ക് കൊല്ലപ്പെട്ടു വീണ ആ ഇതിഹാസത്തിന്റെ ചരിത്രം തുടരാൻ തീരുമാനിച്ചു. തന്റെ കൈകൾ കൊണ്ട് ആയിരക്കണക്കിന് നാസി പട്ടാളത്തെ താൻ കൊലപ്പെടുത്തും എന്നയാൾ പ്രതിജ്ഞ ചെയ്തു. പ്രോസ്റ്റച്യോക്ക് അവിടെ നിന്ന് നടന്നു നീങ്ങി. വില്ലേജേഴ്സ് അയാളെ നോക്കി. അവർ അദ്ദേഹത്തിന് പുതിയൊരു പേരിട്ടു, ദ ബ്ലാക്ക് ഗോസ്റ്റ്. ആ ദൃശ്യത്തിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.